പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് അച്ഛനമ്മനെക്കാട്ടിലും കൂടുതൽ, ഒരു അച്ഛനും അമ്മയ്ക്കിനേക്കാട്ടിലും കൂടുതൽ ഏറ്റവും ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അധ്യാപകരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഏത് തൊട്ട് സെറ്റ് വരെയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ സ്വഭാവം, അതിനെക്കുറിച്ച് ആ കുട്ടി എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു എന്തെന്നാ പറയുക, ഒരു അധ്യാപകർക്ക് ഒരു മാഷക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചർക്കാണ് അവരെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു കുട്ടിയോട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരു ക്ലാസ്സിൽ ചുരുങ്ങിയതൊരു 40-45 കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ ടീച്ചർമാരാണെങ്കിലും മാഷന്മാരാണെങ്കിലും നമ്മളൊക്കെ ചോദിക്കാറ്, നമ്മളൊക്കെ പഠിക്കുമ്പോൾ കേട്ട ഒരു ചോദ്യങ്ങളാണ്. എന്താണ്, നമ്മളൊക്കെ ചിലപ്പോൾ ടീച്ചറെ ചോദിക്കും, നമ്മളോട് എന്ത് ചോദിക്കും, എല്ലാവരോടും നിങ്ങൾക്കൊക്കെ എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയും, ചിലർ പറയും ഡോക്ടർ, എൻജിനീയർ, അങ്ങനെയല്ല വലിയ 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 പദവികളിലേക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും. അതായത് എല്ലാവരും ആഗ്രഹങ്ങൾ അങ്ങനെ പോലീസ് ആവണം, പട്ടാളമാവണം, ഡോക്ടറാവണം, കളക്ടറാവണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് എല്ലാവരും പറയുക. പക്ഷേ അതിൽ ഒരു കുട്ടി ഇങ്ങനെ നീച്ച് നിന്ന് ലാസ്റ്റ് ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ആരും ആവണ്ട ടീച്ചറെ, എനിക്ക് ആരും ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് റേഷൻ കടയിലെ വാസുവേട്ടനായാൽ മതി എന്നാണ് പറഞ്ഞു. റേഷൻ കടയിലെ വാസുവേട്ടനായാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വാസുവേട്ടൻ ഇന്ന് പട്ടിണി കിടക്കുന്നില്ല. കാരണം റേഷൻ കടയിൽ ഉള്ള അരികളും മറ്റു സാധനങ്ങളും ഒക്കെ വാസുവേട്ടൻ മിച്ചം വരുന്ന അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ വാസുവേട്ടൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ കുട്ടി പട്ടിണിയാണ്, അതുപോലെ തന്നെ ഇരുട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ പോലും ഒരു ലൈറ്റ് പോലും ഇല്ല. അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ, അതായത് എല്ലാ കുട്ടികളും ലൈറ്റിൻ്റെ ചോട്ടിൽ, അതായത് ബൾബിൻ്റെ ചോട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കുട്ടിക്ക് ചില ദിവസം കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണ് കാണാൻ പറ്റാത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയോട് കറണ്ടില്ല. ആ കറണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ എനിക്ക് റേഷൻ കടയിലെ വാസുവേട്ടനായാൽ മതി എന്നുള്ള പറയുന്നത് തന്നെ. കാരണം വാസുവേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം ലൈറ്റും ഉണ്ടാവും, അരിയും ഉണ്ടാവും, പട്ടിണി ഉണ്ടാവില്ല എന്നാണ് കുട്ടി പറയുന്നത്. കാരണം കുട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണ്. കാരണം എല്ലാ കുട്ടികളും ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ആശയം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ വാസുവേട്ടനായാൽ മതി എന്നുള്ള അതാണ്. അപ്പോൾ വാസുവേട്ടൻ്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, പരിഭവം ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി ഒരുപാട് കാലം പട്ടിണി കിടന്നതുകൊണ്ടാണ് ആ കുട്ടിയുടെ ചിന്താഗതി. കാരണം റേഷൻ കടയിൽ നിന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് അരി ഇതൊക്കെ കിട്ടുന്നത്, മണ്ണെണ്ണയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ മണ്ണെണ്ണ കിട്ടുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ അന്ന് വെട്ടം തെളിയും. അന്ന് മാത്രമാണ് ആ കുട്ടിക്ക് കണ്ണ് കണ്ട് ചോറുണ്ണാനും പഠിക്കാനും പറ്റുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒന്നും ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. അപ്പോൾ എല്ലാവരെയും